നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭദ്രേ നാരായണ. ആറ്റുകാൽ പൊങ്കാല ഇതാ അടുത്തെത്തിയിരിക്കുകയാണ്. എല്ലാവരും മൺകലങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. പലരും ആ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ മൺകലം വാങ്ങുന്നത്, അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ആയിരിക്കും. കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് മൺകലം തന്നെയാണ്. സ്റ്റീൽ പാത്രത്തിലും അലുമിനിയത്തിലൊക്കെ പൊങ്കാല ഇടുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എപ്പോഴും മൺകലം തന്നെയാണ് ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആ മൺകലത്തിന്റെ പ്രാധാന്യം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പൊങ്കാല ഇടുന്നത് പുത്തൻ മൺകലത്തിലായിരിക്കും അല്ലെ. എന്താണ് ഈ പുത്തൻ മൺകലത്തിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. മൺകലം എന്ന് പറയുമ്പോൾ മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നു. കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്. ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. മൺകലം എന്നത് മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ്. അഗ്നിയുടെ ചൂടുകൊണ്ട് അരി തിളച്ചു മറിയുന്നു. മനസ്സ് നിഷ്കളങ്കമാവുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത്. നമ്മുടെ ശരീരത്തില് പഞ്ചഭൂതം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം എന്നീ ദുഷ്ടതകളാൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇവ തിളച്ചു മറിഞ്ഞ് ആവിയായി അമ്മയുടെ കാലിൽ അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് മൺകലം. അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ പൊങ്കാല വളരെ സവിശേഷത ഉള്ളതാണ്. ദേവിയുടെ പാദങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. സൂര്യന്റെ നിറമുള്ള കലമാണ് പുത്തൻ കലത്തിൻ്റെത്. കിഴക്കോട്ട് നോക്കി നിന്ന് വേണം പൊങ്കാലയ്ക്ക് അരിയിടേണ്ടത്. പൊങ്കാലയിട്ട പാത്രങ്ങൾ പിന്നീട് ഉപയോഗിക്കാമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ശുദ്ധിയാക്കിയിട്ട് അരിയിട്ട് വെക്കാം. ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്നും ഒരു പിടി അരി കൂടി അതിലിടണം. അന്നത്തിന് ബുദ്ധിമുട്ട് വരരുതേ എന്നും പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആ പാത്രത്തിൽ ചോറ് വെക്കുന്നതിൽ തെറ്റില്ല. അടുത്ത പൊങ്കാല ദിവസം വരെ ഇത് ആവർത്തിക്കണം. പുതിയ പാത്രം വരുമ്പോൾ അവയിലും ഇത് ആവർത്തിക്കണം. പിന്നെ ഒരു ഡൗട്ടാണ് പൊങ്കാലച്ചോറ് ബാക്കി വന്നാൽ എന്ത് ചെയ്യണമെന്നത്. പൊങ്കാല പ്രസാദം മറ്റുള്ളവർക്ക് പ്രസാദമായി നൽകാം. അഴുക്കുചാലിലോ കുഴിയിൽ ഇടുകയോ വെട്ടിമൂടുകയോ ചെയ്യരുത്. ശുദ്ധിയുള്ള ഒഴുക്ക് വെള്ളത്തിലിട്ടാല് അത് മീനുകളൊക്കെ വന്ന് കഴിച്ചോളും. അതുപോലെ തന്നെ പക്ഷികൾക്കൊക്കെ നമുക്ക് ഈ ഒരു പൊങ്കാലച്ചോറ് കൊടുക്കാവുന്നതാണ്. വീട്ടിൽ പൊങ്കാല ഇടാമോ എന്ന് പലർക്കും ഡൗട്ടുണ്ട്. തീർച്ചയായിട്ടും വീട്ടിൽ പൊങ്കാല ഇടാം. സ്വന്തം വീടിന് മുന്നിലോ സ്ഥാപനത്തിന്റെ മുന്നിലോ അമ്മയെ സങ്കല്പിച്ച് പൊങ്കാലയിടാം. ക്ഷേത്രത്തിൽ പോയിട്ട് പൊങ്കാലയിടാൻ സാധിക്കാത്തവർക്ക് ഗൃഹ ഐശ്വര്യത്തിനും വാസ്തു ദുരിതത്തിനും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. മധുരയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിലെത്തിയ കണ്ണകിയെ മുല്ലവീട്ടിൽ പരമേശ്വരൻ പിള്ള സ്വാമിയാണ് ദേവിക്ക് നിവേദ്യം ആദ്യമായി സമർപ്പിക്കുന്നത്. അത് പൂരം നാളിലായിരുന്നു. പൊങ്കാല തിളച്ചു തൂകുന്നതാണ് ഉത്തമം. ഇപ്രകാരമുള്ള തിളച്ചു മറിയല് വരാനിരിക്കുന്ന അഭിവൃദ്ധികളെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ സന്തോഷവും സമാധാനവുമായിട്ട് പൊങ്കാല ഇടാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഭദ്രേ നാരായണ.